ഇതെന്താ ഇത്? എന്നെ രാജകുമാരിയെ പോലെ വരച്ചു വെച്ചേക്കുന്നത്? അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ ബ്രഷ് കയ്യിലെടുത്തപ്പോ ഈ രൂപം എനിക്ക് വരയ്ക്കാൻ തോന്നിയത്. എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളില് താനൊരു രാജകുമാരിയെ പോലെ ആയതുകൊണ്ടാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരച്ചത്. അല്ല, നിങ്ങൾ എന്നെ അവിടെ ഇരുത്തിയിട്ട് അതുപോലെ തന്നെ വരച്ചു തരാന്നല്ലേ പറഞ്ഞിരുന്നത്? വന്ന് നോക്കുമ്പോ ഈ ഒരു ചിത്രമല്ല വരച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോ ഒരു അത്ഭുതം തോന്നി, അത്രേ ഉള്ളൂ. എനിക്കും അത്ഭുതം തോന്നി. തന്നെ എന്താ ഞാൻ ഇങ്ങനെ വരച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എന്തായിരിക്കും അങ്ങനെ? തന്റെ ഈ കണ്ണുകളിൽ നോക്കിയാ ഞാൻ വരച്ചത്. ഈ കണ്ണുകളില് ഈ രൂപം എനിക്ക് തെളിഞ്ഞു വന്നത്. അതുമാത്രമേ ഓർമ്മയുള്ളൂ എനിക്ക്. സാർ നോക്ക്, ഒരുപാട് കുട്ടികളുടെ ഫോട്ടോയുണ്ട്. എല്ലാം നല്ല ഫാമിലിയാണ് സാർ. നിങ്ങൾ നോക്കിയിട്ട് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ കുടുംബവും ബാക്കി കാര്യങ്ങളും ഞാൻ പറയാം സാർ. ഈ കുട്ടി നോക്ക് സാർ, ഈ കുട്ടിയുടെ അച്ഛൻ റിട്ടയർഡ് ഗവൺമെന്റ് ഓഫീസറാണ് സാർ. ഇത് താൻ എന്ത് ഫോട്ടോസൊക്കെയാണോ ഈ കാണിക്കുന്നത്? നിങ്ങൾ ആരുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അറിയോ? ചുമ്മാ കോട്ടും സൂട്ടും വിട്ട് ലാപ്ടോപ്പും കയ്യിലെടുത്തോണ്ട് വന്നാ നിങ്ങൾ കാണിക്കുന്ന കുട്ടികളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു വിചാരിച്ചോ? എന്റെ കുടുംബത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും സ്റ്റാറ്റസിനും ചേർന്ന ഒരു കുട്ടി വേണം എനിക്ക്. നോക്ക്, നിങ്ങൾ ഈ കാണിച്ച ഫോട്ടോസ് ഒന്നും എനിക്ക് ഇഷ്ടമായിട്ടില്ല. എടുത്തോണ്ട് വയ്ക്കോ. അതെ അളിയ, അളിയൻ പറഞ്ഞ കറക്റ്റാ. ഒരെണ്ണം പോലും നല്ലതല്ല. തൃശ്ശൂലെ നല്ലൊരു ബ്രോക്കറെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അല്ല, അത് അറിയാൻ വൈകി ആ കാര്യങ്ങൾ പിന്നെ ഏൽക്കാൻ നിൽക്കരുത്. കൊണ്ടുവന്നേക്കുന്ന കണ്ടില്ലേ? ഞങ്ങളുടെ സ്റ്റാറ്റസിന് സൂട്ടാവുന്ന ഒരു കുട്ടി ഈ കൂട്ടത്തിലില്ല. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ. ആയിക്കോട്ടെ സാർ. ഇത് പിടിക്കും ശിവാനി. ഇത് തനിക്കായിട്ടുള്ള എന്റെ ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച് ത്രിവിക്രം. ഇത് ഞാൻ ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതല്ല. സത്യമായിട്ട് എനിക്ക് പെയിന്റിങ് ഒരുപാട് ഇഷ്ടമായി. ഒരു ആർട്ടിസ്റ്റ് വരച്ച ചിത്രം ശരിക്കും പൂർണ്ണമാണെങ്കിൽ അത് കാണുന്നവർക്ക് കൂടി ഇഷ്ടമാകണം. തനിക്ക് വരച്ച ഇഷ്ടമായില്ല, എനിക്കത് മാത്രം മതി. എന്തൊരു ശിവാനി, തണുക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. കാറ്റിലെ ജാലകം പാതിചാരുന്നു, മുല്ലകൾ പൂമണം തൂവി നിൽക്കുന്നു. കണ്ണ്. അയ്യോ ശിവാനി, സോറി, കണ്ടില്ല. ഞാൻ നോക്കട്ടെ.
സോറി, ഞാൻ പെട്ടെന്ന് കണ്ടില്ല. നിങ്ങളുടെ സിഗരറ്റിന്റെ പുക ഊതിയപ്പോ തന്നെ എന്റെ കണ്ണിങ്ങനെയായി. അപ്പൊ നിങ്ങളിത് ശീലമാക്കിയ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് നല്ല ശീലമല്ല ത്രിവിക്രം. എനിക്ക് വേണ്ടി ഈ ശീലം ഒന്ന് ഒഴിവാക്കിക്കൂടെ? ഉറപ്പായിട്ട് ശിവാനി, തനിക്ക് ഞാൻ വാക്കേറി ഞാൻ സിഗരറ്റ് വലിക്കില്ല. ശരി, അങ്ങനെ ആവട്ടെ. എന്നാ ഞാൻ പോയിക്കോട്ടെ. സോറി, നിങ്ങളുടെ എത്താൻ വെച്ചോ? ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യട്ടെ? വേണ്ട, കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. ഷോ. ഓക്കെ. സർ, നിങ്ങളോട് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ആ പറഞ്ഞോളൂ. ചേച്ചി ചേച്ചി, എന്താടാ? അത് കണ്ടില്ലേ ചേച്ചി? ഇവരെന്തിനാ അയാളോട് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നേ? അത് തന്നെ എനിക്കും മനസ്സിലാവാത്തെ. ഇവളെന്തിനാ അയാളോട് സംസാരിക്കുന്നേ? എന്താ ബ്രോക്കറുമായി കാര്യമായിട്ടൊരു ചർച്ച? എന്താ കാര്യം? അത് തൃശൂലിനെ കല്യാണം കഴിപ്പിക്കണമായിരുന്നു. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞതാ. കേട്ടില്ലേ ചേച്ചി? ഇവളുടെ മോനും കല്യാണം വേണോന്ന്. നിന്റെ മോനെ കല്യാണം കഴിപ്പിക്കാൻ ബ്രോക്കറൊക്കെ എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ, അത് കറക്റ്റാ ചേച്ചി. നമ്മുടെ എസ്റ്റേറ്റിൽ ജോലിക്ക് വരുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ടല്ലോ, അവരെ ആരെങ്കിലും നോക്കിയാ പോരെ നിനക്ക്? നിന്റെ മോന് ശരിക്കും പഠിപ്പുണ്ടോ? വലിയ ബിസിനസ്സുകാരനാണോ? അതൊക്കെ ആലോചിക്കണ്ടേ? എന്നാലും നല്ലൊരു പെൺകുട്ടിയല്ലേ നോക്കേണ്ടത്. ആ, എന്താ നല്ലൊരു കൊച്ചോ? നോക്കും അതു, ഈ ജന്മത്ത് നിന്റെ മോന് നല്ലൊരു കൊച്ചിനെ കിട്ടാനേ പോകുന്നില്ല. അല്ലേ ചേച്ചി? ഇവൾക്ക് എന്തൊരു അഹങ്കാരമാണെന്ന് നോക്കിക്കേ. ഹ്, നിന്റെ മോന്റെ യോഗ്യതയ്ക്ക് ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ അധികമാണ്. അവനവന്റെ സ്ഥാനം അറിഞ്ഞ് പെരുമാറണം. വെറുതെ സ്വപ്നങ്ങളൊന്നും കാണണ്ട, മനസ്സിലായോ? നോക്ക്, നിന്റെ മോനൊരു പെണ്ണിനെ കണ്ടുപിടിക്കാനേ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. പോയി നിന്റെ കാര്യം നോക്ക്. ചുമ്മാ വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കാതെ. മധു, ആന ചെയ്യുന്ന കണ്ടിട്ടേ അണ്ണനത് ചെയ്യാൻ വേണ്ടി നിക്കല്ലേ. ഓർമ്മയിൽ വെച്ചോ. ചേച്ചി, കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി തരൂ. വാ. എന്റെ മോനെ പറ്റി എന്തൊക്കെയാ സംസാരിക്കുന്നേ? അപ്പൊ അവൻ ഇവിടെയൊന്നും അല്ലേ? ഈ വീട്ടില് അവസാനം വരെ ജീവിച്ചു തീർക്കണോ? ഇത്രയും വർഷം പോയി, എന്റെ മകനൊരു മര്യാദയും ഇല്ലാതെയായി പോയി. ഛേ, ഇനി ഇതൊക്കെ എപ്പോ ശരിയാവോ എന്തോ. ഗുരുദേവ, സ്വാഗതം. നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫലം ലഭിച്ചതുപോലെയുണ്ട് ഗുരുദേവ. എന്തുണ്ടായി ശിവാനി? ത്രിവിക്രം എന്റെ ചിത്രം വരച്ചു ഗുരുദേവ. അതും എന്റെ നാഗലോകത്തിലുള്ള രൂപമാണ് വരച്ചത്. അവനോട് ചോദിച്ചപ്പോ ഞാൻ നിന്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് ഈ രൂപമാണ് കാണാൻ കഴിഞ്ഞത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിന്റെ ഒരു സംശയം സാധൂകരിച്ചതുപോലെയുണ്ട്. സന്തോഷിക്കണം. പക്ഷേ ഇതാണ് സത്യം എന്നുള്ളത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇവൻ തന്നെയാണ് ആദിശേഷനെന്ന് നമ്മൾക്ക് എങ്ങനെ തെളിയിക്കാനാകും? അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത്രയും ഫലം കണ്ടതുകൊണ്ട് മുൻപോട്ടുള്ള യാത്ര സുഗമമായിരിക്കും. നിൽക്ക്, നമുക്ക് നോക്കാം. ഇത് വാങ്ങൂ. നിങ്ങൾ മാത്രമായിരിക്കുമ്പോൾ ഈ ജലം നീ അവനെ കൊണ്ട് കുടിപ്പിക്കണം. അപ്പോൾ അവൻ ആലസ്യാവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നീ എന്തു ചോദിച്ചാലും അവൻ കൃത്യമായും ഉത്തരം നൽകുന്നതായിരിക്കും. ആ,
ഇനിയും സമയം പാഴാക്കേണ്ടതില്ല. അവന്റെ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ചോദിക്കൂ. നിനക്കോർമ്മയുള്ളത് മാത്രം. അപ്പോൾ നമുക്ക് കൃത്യമായും തിരിച്ചറിയുവാൻ കഴിയും അവൻ ആദിശേഷനാണോ അല്ലയോ എന്ന കാര്യം. അപ്പോൾ നമ്മൾ നേരിടുന്ന ഈ സമസ്യയ്ക്കൊരു പരിഹാരമുണ്ടാകും. ശരി ഗുരുദേവ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ സിഗരറ്റിന്റെ പുക ഓടിയപ്പോ തന്നെ എന്റെ കണ്ണിങ്ങനെയായി. അപ്പം നിങ്ങളിത് ശീലമാക്കിയ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് നല്ല ശീലമല്ല ത്രിവിക്രം. എനിക്ക് വേണ്ടി ഈ ശീലം ഒന്ന് ഒഴിവാക്കിക്കൂടി. കൊച്ചുമുതലാളി, ഇതെന്താ ഈ സൈഡിലൊക്കെ നിലത്ത് കിടക്കുന്നേ? ബോസിന്റെ വേണ്ടല്ലേ? വേറെ വാങ്ങിച്ചിട്ട് പറഞ്ഞോ? ഞാൻ ഇല്ല തൃശ്ശൂർ, ഇനി തൊട്ട് ഞാൻ ഈ സിഗരറ്റ് ഒരിക്കലും വലിക്കില്ല. എന്തായത് കൊച്ചുമുതലാളി, നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ജീവിതത്തിൽ എന്തൊക്കെ വിട്ടുകളഞ്ഞാലും സിഗരറ്റ് മാത്രം വിടില്ലെന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ ബോസ്? അതെനിക്കും അറിയില്ല തൃശ്ശൂർ. സിഗരറ്റ് വലിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. നമ്മുടെ ചില ദുശീലങ്ങളൊക്കെ മറ്റുള്ളവരെ വല്ലാതെ ബാധിക്കില്ലേ? ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം തൃശ്ശൂർ. ഇങ്ങനെയൊക്കെ ബോസ് സംസാരിക്കുന്നത് അത്ഭുതമായിട്ടാ തോന്നുന്നത്. എന്താ മോനെ ഇത്? നീയും ഇങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങിയോ? അല്ല, നീയും ഇങ്ങനെയൊക്കെ നന്നാവാൻ തീരുമാനിച്ചോ? എന്ത് പറ്റി മോനെ? മനസ്സിലെനിക്കങ്ങനെ തോന്നി, ഞാനത് വേണ്ടെന്ന് വെച്ചു. അല്ല, ഇപ്പൊ എന്താ? ഞാൻ സിഗരറ്റ് വലി നിർത്തിയതാണ് കുഴപ്പമായത്. ഈ കാര്യം ഇവിടെ വെച്ചുവിട്ടേക്ക്. ഓക്കെ? എന്തു പറ്റി ശിവാനി? ഗുരുദേവൻ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. ഞാനും ആദിശേഷനും തമ്മിലുണ്ടായ മനോഹരമായ നിമിഷങ്ങൾ അവൻ ഓർമ്മ വന്നേ പറ്റും. എന്താന്ന് വെച്ചാ, ആ പവിത്ര ജലം ഞാൻ ത്രിവിക്രമനെ കുടിപ്പിച്ച് അവനോട് ചോദ്യങ്ങൾ ചോദിക്കണം. അതിനെല്ലാം അവൻ ശരിയായ ഉത്തരങ്ങൾ നൽകിയ അവൻ തന്നെയാണ് ആദിശേഷനെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്താണ് ആ മനോഹരമായ ഓർമ്മകൾ? ഞാനും അത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നീലി. ഞാൻ എന്റെ ആദിശേഷനെ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ ഒരു സന്ദർഭത്തിലാണ്. അന്ന് ഞാൻ ഉദ്യാനത്തിലുള്ള തടാകത്തിൽ കുളി കഴിഞ്ഞ് വരികയായിരുന്നു. ആദിശേഷൻ അപ്പോ ആരെയോ കാണാനായിട്ട് ആ ഉദ്യാനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റ് കാരണം എന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ പാറിപ്പോയി. അത് പാറിച്ചെന്ന് ആദിശേഷന്റെ ദേഹത്ത് വീണു. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ നാണത്തോടെ നിന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആദിശേഷൻ അപ്പോൾ മനസ്സിലായതുകൊണ്ട് അവൻ പതിയെ കണ്ണുകൾ അടച്ച് എന്റെ അടുത്തേക്ക് വന്ന് വസ്ത്രങ്ങളാൽ എന്റെ ശരീരം പൊതിഞ്ഞു. അതിനുശേഷം മാത്രമാണ് അവൻ കണ്ണുകൾ തുറന്ന് എന്നെ നോക്കി നിന്നത്. ഞാനും അതെ, അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അന്നാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായി കണ്ടത്. അങ്ങനെ ഇത്ര നേരം പരസ്പരം ഞങ്ങൾ നോക്കി നിന്നു എന്നത് എനിക്കിപ്പോഴും അറിയില്ല നീല. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോ ആദിശേഷൻ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചതേ ഇല്ല നീലി.
പക്ഷെ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ നിമിഷം മുതലാണ് ഞാൻ ആദിശേഷനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അതായിരുന്നു എന്റെ പ്രണയത്തിന്റെ ആദ്യത്തെ അനുഭവം. ഈ ഒരു കാര്യം എനിക്കും ആദിശേഷനും അല്ലാതെ മറ്റാർക്കും അറിയില്ല. ഒരു പക്ഷെ ത്രിവിക്രമൻ ഇതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അവൻ തന്നെയാണ് ആദിശേഷനെന്ന് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ. അപ്പോ അവര് രണ്ടുപേരും അടുത്തിടപഴകുന്നുണ്ടല്ലേ? അതെ മാതേ, ആ, അവര് രണ്ടുപേരും പരസ്പരം അടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തെന്നാൽ ത്രിവിക്രമൻ ശിവാനിയുടെ ചിത്രം വരച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ സ്നേഹപൂർവ്വമാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഇടയിൽ എന്തായാലും ഒരു കാന്തിക ശക്തി വലയം ചെയ്തിരിക്കുന്നു മാമായി. ഉത്തമം, ഇത് അത്യുത്തമം. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നു. സാവധാനത്തിൽ അവരുടെ ഇടയിൽ പ്രണയം നന്നായി വളരേണ്ടതുണ്ട്. ഇതാണതിന്റെ ആരംഭം ഗരുഡ. നമ്മൾ അതിൽ വളം പ്രയോഗിച്ച് പോഷിപ്പിച്ച് കാര്യം നേടിയെടുക്കണം. എങ്ങനെ മഹാമായ? അവൻ ഇപ്പോഴാണല്ലോ ചൂർണം സേവിക്കാൻ ആരംഭിച്ചു തുടങ്ങിയത്. ഒരൊറ്റ ദിവസത്തെ തന്നെ ഇത് കാര്യമായ മുന്നേറ്റമാണ്. ഇനിയും 2 ദിവസം അവൻ 3 തവണയായിട്ട് ത്രിവിക്രമൻ ആ ചൂർണം സേവിച്ചാൽ ശിവാനി ത്രിവിക്രമനെ തന്നെ പ്രേമിക്കാൻ ആരംഭിക്കുന്നതാണ്. അതെയോ? അതെ. അവൻ ആ ചൂർണം സേവിക്കുമ്പോൾ അവൾക്ക് എങ്ങനെ അവനോട് അടുപ്പം തോന്നുക? സാവധാനത്തിൽ നാഗലോകത്തിന്റെ ശക്തി ത്രിവിക്രമനെ സ്വാധീനിച്ചു തുടങ്ങി. അവനാണെങ്കിൽ ആ മഹാശക്തിയിൽ ബലവാനായി തീരുകയും ചെയ്യും. അതെല്ലാം ശിവാനി വിശ്വസിക്കുകയും ചെയ്യും. അവള് തന്നെയാണ് അവന്റെ കന്യക എന്നുള്ള കാര്യം അവന് തോന്നിത്തുടങ്ങും. അവൻ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ശിവാനിയോട് തുറന്നു പറയുകയും ചെയ്യും. അവൾക്ക് അവനോട് അളവറ്റ ഇഷ്ടമുണ്ടാവുകയും ചെയ്യും. ഒരു തവണ പ്രണയം ആരംഭിച്ചാൽ പിന്നെ അവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ളൊരു ചിന്ത ശിവാനിക്കും ഉണ്ടാവില്ലേ? അതിലും വലുതായി വേറെ എന്തു വേണം എനിക്ക്? പക്ഷേ അവൾക്ക് ഒരിക്കലും സംശയം തോന്നി തുടങ്ങാൻ സാധ്യതയില്ലേ? ഇല്ല. ത്രിവിക്രമൻ ഒരു കാരണവശാലും നുണ പറയാത്തവനാണെന്ന് അറിയാവുന്നതല്ലേ? അവനാണെങ്കിൽ തന്റെ മനസ്സിലുള്ളതെല്ലാം മൂടി വെക്കുകയും ചെയ്യും. അവനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മായയെ നമുക്ക് മാത്രമേ അറിയാനാവൂ. അവന്റെ കണ്ണുകളിൽ തെളിയുന്ന സത്യത്തെ ശിവാനി മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ 3 തവണ ത്രിവിക്രമൻ ചൂർണം സേവിക്കുക എന്നത് മുഖ്യമല്ലേ? അതെ. പക്ഷേ ദിഗ്വിജയനും ഞാൻ ത്രയംബകനാണെന്ന് വിശ്വസിച്ചിരിക്കുകയല്ലേ? ഞാൻ പറഞ്ഞത് കാരണം അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവന്റെ മകനെ കൊണ്ട് ആ ചൂർണം കുടിപ്പിച്ചിരിക്കും. അതിലിനി ഒരു സംശയവും വേണ്ട. ഞാൻ ആ കാര്യം എന്തായാലും ചെയ്തു തീർത്തിരിക്കും. പക്ഷെ അവരിരുവരും അടുത്തിടപഴകുമ്പോ മറ്റൊരു ശക്തിയും അവരെ സ്വാധീനിക്കാതെ ശ്രദ്ധിക്കണം ഗരുഡ. ശിവാനിയിലും ത്രിവിക്രമനിലും നിന്റെ ഒരു കണ്ണുണ്ടായിരിക്കണം. അമ്മയുടെ അനുമാനം അനുസരിച്ചാവട്ടെ മഹാമായ. ത്രിവിക്രം, ത്രിവിക്രം, യെസ് ഡാഡി. മോനെ ഒന്നിങ്ങ് വന്നേ.
എന്താ ഡാഡി? ഇത് പാലെടുത്ത് കുടിക്കും. എന്താ ഡാഡി ഇത്? ഈ കൊച്ചു പിള്ളേർക്ക് ഹോർലിക്സും ബൂസ്റ്റൊക്കെ കൊടുക്കുന്ന പോലെ എനിക്കെന്തിനാ ഡാഡി ഇതൊക്കെ തരുന്നത്? ഇതൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണെന്ന് നീ വിചാരിച്ചോ? മോനെ, ഇതുകൊണ്ട് നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ ജിമ്മിൽ ഇപ്പൊ കൊണ്ടിരുന്ന സമയത്ത് എന്തോ പ്രോട്ടീൻ പൗഡർ ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നില്ലേ? അതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയത്. കുടിച്ചോ? ഓക്കെ. അല്ല മോനെ, നീ ഇത് കുടിച്ചു കഴിഞ്ഞപ്പോ നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തോ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഡാഡി. ആ ഫീൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. ശരി, നീ വയ്ക്കും. ഓക്കെ. അല്ല, അതൊക്കെ പോട്ടെ. ഇത് ഇന്നലെ ഇന്നായിട്ട് എന്റെ ഡാഡി എന്തിനാ കുടിപ്പിക്കുന്നു? നിന്റെ ഡാഡി എന്തൊക്കെ ചെയ്താലും അത് നിന്റെ നല്ലതിന് വേണ്ടിയാ. നോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. മനസ്സിലായി.